നമ്മൾ വെറുതെ ഓടരുത്. വെറുതെ ഓടിയിട്ട് നമ്മൾ ആരോഗ്യത്തിന് ആവശ്യമുള്ള ഓട്ടം ഓടാം. പക്ഷേ വെറുതെ ഓടി ക്ഷീണിച്ച് പോയതിന് ശേഷം നമ്മൾ ഓട്ടപ്പന്തയത്തിൽ പങ്കെടുക്കാൻ പിന്നീട് നമുക്ക് കഴിയില്ല. അതിന് മുമ്പ് നമ്മൾ ഓടി അനാവശ്യമായി ഓടി നമ്മളെ ശരീരം ക്ഷീണിപ്പിച്ച് കളഞ്ഞു. പിന്നെ യഥാർത്ഥത്തിൽ ഓടി വിജയിക്കണം എന്ന് തോന്നുന്ന പന്തയത്തിൽ പങ്കൊള്ളുമ്പോഴേക്ക് ആദ്യം ഓടി ഓട്ടത്തിൻ്റെ ക്ഷീണത്തിൽ നമ്മൾ വീണിരിക്കുകയായിരിക്കും. അപ്പോൾ ഫ്രഷായിട്ട് നമ്മളെ ശരീരത്തെ ഉപയോഗപ്പെടുത്തത്തക്ക രീതിയിലേക്ക് മനസ്സിനെയും കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നർത്ഥം. അങ്ങനെ വരാത്തവരിലാണ് പലപ്പോഴും ഈ മാനസികമായ ക്ഷീണം അനുഭവിക്കുകയും അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതനുസൃതമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിനൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഓരോ ആൾക്കാരുടെ മനസ്സ് മാറി മാറി വരുന്നതുകൊണ്ട് ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശരിക്കും അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. അങ്ങനെ ആകുമ്പോഴാണ് അയാൾ ഫ്രഷായിട്ടുള്ള, നിങ്ങൾ ചിലതൊന്നും കണ്ടുകൂടാ, ചിലതൊന്നും കേട്ടുകൂടാ, ചിലതിലൊന്നും നിങ്ങൾ പങ്കെടുത്തുകൂടാ എന്ന് പറയേണ്ടതായിട്ട് തന്നെ വരും.